ഹലോ എവരിവൺ. ക്രിസ്പർ ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയില് നമ്മൾ ഒരു ജെഇ ആസ്പിറന്റ് ആയിട്ടുള്ള ഒരു കുട്ടി, ജെഇക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് എങ്ങനെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ബയോളജിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം അതിന്റെ വെയിറ്റേജ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ ആ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിൽ നമുക്ക് വന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡന്റ് ഏതൊക്കെ ചാപ്റ്റർ ആണ് മാത്സിൽ നോക്കേണ്ടത്, മാത്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാ ചാപ്റ്ററും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിനും അതിന്റെ ഒരു വെയിറ്റേജ് അനലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ തന്നെ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ അതാണ് ഈ ഒരു വീഡിയോന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെ ഈ ഒരു ഡാറ്റ വെച്ചിട്ട് 2017 തൊട്ട് 2025 വരെ വന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു ഡാറ്റ എന്താണോ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഡാറ്റ, ഇത് നമ്മളുടെ ടീം എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെയും കടന്നുപോയി അനലൈസ് ചെയ്ത് അതിന്റെ ഒരു വെയിറ്റേജ് മനസ്സിലാക്കിയതാണ്. ഈ ഡാറ്റ നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇടുന്നുണ്ട്. നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഡാറ്റ നേരിട്ട് കണ്ട് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോയിട്ട് നോക്കാവുന്നതാണ്. അപ്പം ഇതെല്ലാം ഇയേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ആണ് വന്നത് എന്ന് കാണാൻ പറ്റും. അതിന്റെ ഒരു ഡിസെൻഡിങ് ഓർഡറിലാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. പിന്നെ കോണിക് സെക്ഷൻ, ഇന്റഗ്രേഷൻ, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, അതുപോലെയുള്ള ചാപ്റ്റേഴ്സ് ഹൈ വെയിറ്റേജ് നമുക്ക് കാണാൻ പറ്റും. അപ്പം നെക്സ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു അനാലിസിസ് ആണ് അല്ലെ. എന്തൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഈ ഒരു വീഡിയോന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു മാത്സിന്റെ സിലബസിനെ കുറിച്ച്, എസ്പെഷ്യലി നീറ്റിൽ നിന്നും ഒരാള് മാത്സും കൂടെ പഠിച്ചെടുക്കുന്ന സമയത്ത്, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് മാത്സും കൂടെ പഠിച്ചെടുക്കുന്ന സമയത്ത് എന്തൊരു ബിഗ് പിക്ചർ ആണ് ഈ ഒരു അനാലിസിസിൽ നിന്ന് നടത്തേണ്ടത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഈ അനാലിസിസ് നടത്തുന്നത് കഴിഞ്ഞ 2017 തൊട്ട് 25 വരെയുള്ള ഈ കംപ്ലീറ്റ് പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഈ അനാലിസിസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കാൽക്കുലസും കോർഡിനേറ്റ് ജോമെട്രിയുമാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ നട്ടെല്ല്. ഏകദേശം 45 അല്ലെങ്കിൽ 50% കാൽക്കുലസും കോർഡിനേറ്റ് ജിയോമെട്രിയാണ്. പിന്നെ റീസെന്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഒരു ഭാഗത്തിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് പകരം ഒരു പാർട്ടിൽ നിന്നും അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൽ നിന്നും ഒരു ചോദ്യങ്ങളൊക്കെ വെച്ച് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതായത് കുറച്ചും കൂടെ ഒരു വൺ ക്വസ്റ്റ്യൻ ഫോർ എ ടോപ്പിക് എന്നുള്ള രീതിയിലേക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ടാണ് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ ഒരു ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് മാറുകയാണ് റീസെന്റ് ടൈംസിൽ. ആൻഡ് ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്, ആസ് എ നീറ്റ് ആസ്പിറന്റ്, നീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് മാത്സും കൂടെ പഠിക്കുന്ന സമയത്ത് എൻറ്റയർ മാത്തമാറ്റിക്സ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഹൈ വെയിറ്റേജ് മാത്സ് ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചെടുക്കുകയാണ് എങ്കിൽ തന്നെ കുറച്ചധികം ക്വസ്റ്റ്യൻസ്, കുറച്ചധികം മാർക്ക്, ഒരു 20-25 മാർക്ക് നിങ്ങൾക്ക് മാത്സിൽ നിന്നും സ്കോർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഐസർ നിങ്ങൾക്കൊരു ഷുവർ ഷോട്ട് ആയിട്ട് മാറും, പ്രൊവൈഡഡ് ദാറ്റ് നിങ്ങൾ നീറ്റിന് വേണ്ടി ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് എങ്കിൽ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഈ വീഡിയോയുടെ 3ആയിട്ട് തിരിക്കാം, ഏതൊക്കെ പാർട്ടുകൾ നമ്മൾ നോക്കണം. അതാണ് ഹൈ പ്രയോറിറ്റി ചാപ്റ്റേഴ്സ്, പിന്നെ ഒരു മീഡിയം ലെവൽ പ്രയോറിറ്റി, അത് നമുക്ക് എത്രത്തോളം സമയമുണ്ട് എന്നതിനനുസരിച്ച് ഒരു മീഡിയം പ്രയോറിറ്റി ചാപ്റ്റേഴ്സും കൂടെ നോക്കാം. ആൻഡ് കുറച്ച് ട്രാപ്പ് ചാപ്റ്റേഴ്സും ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന സമയത്തിനനുസരിച്ചുള്ള റിട്ടേൺസ് ഒന്നും കിട്ടാത്ത ചാപ്റ്റേഴ്സും ഉണ്ട്. സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് Tier 1 ഹൈ പ്രയോറിറ്റി ചാപ്റ്റേഴ്സ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, അതാണ് ഏറ്റവും ഹൈ പ്രയോറിറ്റി ചാപ്റ്റർ എന്ന് പറയുന്നത്. ഹൈയസ്റ്റ് വെയിറ്റേജ് അക്രോസ് ഓൾ 14 ഇയേഴ്സ് അല്ലെ. മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരാനുള്ളത്. 2 ക്വസ്റ്റ്യൻസ് ഒക്കെ പല ഇയറിലും 2 ക്വസ്റ്റ്യൻസ് വെച്ചാണ് ആ ചാപ്റ്ററിൽ നിന്ന് വന്നതുള്ളത്. സോ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് എവിടെയാണ് ആ ചാപ്റ്ററിന്റെ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഫംഗ്ഷൻ, മാക്സിമ മിനിമ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്നുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ആൻഡ്
ദിസ് ഷുഡ് നോട്ട് ബി സ്കിപ്ഡ്. കാരണം നമ്മുടെ ഷുവർ ഹിറ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ഈസ് കോണിക് സെക്ഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. കോണിക് സെക്ഷനും നമ്മൾ നോക്കുകയാണെങ്കിൽ കോണിക് സെക്ഷനിൽ എല്ലാ വർഷവും ചോദ്യങ്ങൾ വരുന്നുണ്ട്. ചോദ്യം വരാത്ത ഒരു വർഷവും ഇല്ല. ആൻഡ് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പാരബോള, എലിപ്സ്, ഹൈപ്പർബോള, ഈ ഒരു റീജിയൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുക. ആൻഡ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് കാൽക്കുലസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ തന്നെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് അല്ലേ. അപ്പം ഡെഫിനിറ്റ് ഇന്റഗ്രലിലെ പ്രോപ്പർട്ടീസ്, ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടീസ് ഇതെല്ലാമാണ് ഒരു ഈൽഡ് ചെയ്യാൻ പറ്റുന്ന റീജിയൻ, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന റീജിയൻ എന്ന് പറയുന്നത്. ഇനി കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എല്ലാ വർഷവും 2017 തൊട്ട് 25 വരെയുള്ള എല്ലാ വർഷങ്ങളിലും നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ചെങ്കിലും കാണാറുണ്ട്. യൂഷ്വലി ഗ്യാരണ്ടീസ് 1 ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ജോമെട്രിക് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് റൂട്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇനി ഞാൻ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മീഡിയം സ്കോറിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സ്റ്റഡി സ്കോറേഴ്സ് ആയിട്ടുള്ള ഒരു Tier 2 ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. സോ ഒരു ക്വസ്റ്റ്യൻ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് കമ്പൈൻഡ് ആയിട്ട്, മെട്രിക്സും ഡിറ്റർമിനന്റും കമ്പൈൻഡ് ആയിട്ട് എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു എല്ലാ സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. പ്രോബബിലിറ്റി, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ആ ഭാഗത്തു നിന്നും എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടാവാറുണ്ട്. വെക്ടേഴ്സ് ആൻഡ് ബേസിക് 3D ജോമെട്രി, ഈ ഒരു ഭാഗത്ത് നിന്നും സ്ഥിരം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്ന ഭാഗമാണ്. അപ്പൊ ഇതൊരു ഒരു മീഡിയം ഈൽഡ് തരുന്ന ചാപ്റ്റേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി Tier 3 നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ട്രാപ്പ് ചാപ്റ്റേഴ്സ് എന്നാണ് വിളിക്കുക. ട്രാപ്പ് ചാപ്റ്റേഴ്സ് എന്ന് വിളിച്ചാൽ എന്താ, നമ്മൾ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി ഒരു നീറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരാള് മാത്സ് പഠിക്കുന്ന സമയത്ത് ഈ ഒരു ചാപ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ബി വെരി കെയർഫുൾ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ നിങ്ങൾ ഒരുപാട് സമയം ഇട്ടാൽ അത്രയധികം ഈൽഡ് ഒന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഇതിൽ നിന്നും ചോദ്യങ്ങൾ വരൂല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന അത്ര ഈൽഡ്, നിങ്ങൾ കൊടുക്കുന്ന സമയത്തിനനുസരിച്ചുള്ള ഒരു ഈൽഡ് ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടാൻ സാധ്യതയില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ. ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് പണ്ട് വരാറുണ്ടായിരുന്നു. പക്ഷെ റീസെന്റ് ഇയേഴ്സിൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറവാണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവാറില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല, പ്രത്യേകിച്ച് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുമൊക്കെ കാൽക്കുലസുമായിട്ട് ബന്ധപ്പെടുത്തി ഇന്റഗ്രേഷനിലും ഡിഫറൻസിയേഷനിലും ഒക്കെ ഇതിന്റെ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. സോ സ്റ്റാൻഡ് അലോൺ ആയിട്ട് റിലേഷൻ ആൻഡ് ഫംഗ്ഷനോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസോ ഒന്നും പഠിക്കുന്നതിൽ വലിയ ഈൽഡ് ഒന്നും ഉണ്ടാവാറില്ല. ഇനി പുതിയ ഒരു റീസെന്റ് ആയിട്ടുള്ള എക്സാമുകൾ നമ്മൾ പരിശോധിക്കുമ്പം ഇവിടെ ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും, ഒരു ഡൈവേഴ്സിറ്റി ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു സ്പെസിഫിക് ഏരിയയിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പരിപാടി റീസെന്റ് ട്രെൻഡ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റൂല. റീസെന്റ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ്, ഓരോ ചാപ്റ്ററിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ്. അപ്പൊ 2025 എന്ന് പറഞ്ഞാൽ മെനി ചാപ്റ്റേഴ്സ് ഇൻവോൾവ് ആയിരുന്നു എക്സാക്ട്ലി 1 ക്വസ്റ്റ്യൻ വെച്ചിട്ട്. അപ്പൊ നമുക്കൊരു സ്പെസിഫിക് ഏരിയയിൽ പഠിച്ചാൽ മതി എന്നുള്ളത് ആ ഒരു സ്പെസിഫിക് ഏരിയക്ക് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത രീതിയിലാണ് പുതിയ ട്രെൻഡായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ആൻഡ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്ന എക്സാമിനർ എന്താ നിങ്ങളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരാൾക്ക് എത്രത്തോളം സബ്ജക്റ്റിൽ ബ്രെഡ്ത്ത് ഉണ്ട്, എത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, എത്രത്തോളം കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ട് എന്നൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ സ്കിപ്പിംഗ് മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സ് ക്യാൻ ബി പ്രോബ്ലമാറ്റിക്. അപ്പം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജി ഡിവൈസ് ചെയ്തുകൊണ്ട് വെയിറ്റേജ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രം സ്കിപ്പ് ചെയ്യുക. ഒരുപാട് ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് മണ്ടത്തരമാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി നമുക്ക് ഒരു പ്രിപ്പറേഷൻ പ്ലാൻ നമുക്ക് എങ്ങനെ മാത്സ് പ്രിപ്പയർ ചെയ്യാം, അതിന്റെ ഒരു പ്ലാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പ്രയോറിറ്റി ഫേസ് 1 ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, പ്രയോറിറ്റി 1 എന്ന് പറയുന്നത് ഫുൾ കാൽക്കുലസ് പഠിക്കുക. ഫുൾ കാൽക്കുലസ് പഠിച്ചാൽ ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റും, ശരിയല്ലേ? കോണിക് സെക്ഷൻ. അപ്പൊ നിങ്ങളുടെ 15 ചോദ്യം അല്ലെങ്കിൽ മൊത്തം പഠിക്കാനുള്ള പേപ്പറിലെ 50%, 40 to 50% നിങ്ങൾക്ക് ഇവിടെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ ഈ കാൽക്കുലസും കോണിക് സെക്ഷനും ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് പകുതി സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഫേസ് 2 വരികയാണെങ്കിൽ കോംപ്ലക്സ് നമ്പർ, മെട്രിക്സ്, ഡിറ്റർമിനൻസ്, വെക്ടേഴ്സ്, ഇതുപോലെയൊക്കെ കോൺസ്റ്റന്റ് ഈൽഡുള്ള ചാപ്റ്റേഴ്സിലേക്ക് നിങ്ങൾ കടക്കുക.
ഓക്കെ, എന്നിട്ടും നിങ്ങൾക്ക് സമയം ബാക്കിയുണ്ടെങ്കിൽ മാത്രം, നിർബന്ധമുള്ള കാര്യമല്ല, ബൈനോമിയൽ തിയറം, സീക്വൻസ് ആൻഡ് സീരീസ്, അതുപോലെ പ്രോബബിലിറ്റി, ഇതുപോലുള്ള പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ, പ്രോബബിലിറ്റി, ഇതുപോലുള്ള ചാപ്റ്റേഴ്സിലേക്ക് വരിക. അപ്പം അവോയ്ഡ് ഓവർ ഇൻവെസ്റ്റിംഗ് ഇൻ ലോ ഈൽഡ് ചാപ്റ്റർ. ലോ ഈൽഡ് ചാപ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഇനി നീറ്റ് ആസ്പിറൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനൽ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരിക്കലും ജെഇ ലെവലിലുള്ള ഫുൾ മാത്തമാറ്റിക്സ് ഐസറിന് ആവശ്യമില്ല. ജെഇയുടെ പോലെയുള്ള ഫുൾ മാത്തമാറ്റിക്സ് പഠിച്ചാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നുള്ള ഒരു ധാരണ വേണ്ട ആവശ്യമില്ല. കാരണം കുറച്ചൊക്കെ മാത്സിൽ സ്കോർ ചെയ്യാൻ പറ്റിയാലും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഡാറ്റ ബാക്ഡ് ആയിട്ടുള്ള, ഇതുപോലെ നിങ്ങൾ സ്വയം അനാലിസിസ് ഒക്കെ നടത്തിയിട്ട്, അല്ലെങ്കിൽ ഐസറിൽ നിന്നും പുറത്തിറങ്ങിയ ആളുകൾ മെന്റർഷിപ്പോട് കൂടിയിട്ട് നിങ്ങൾ ഒരു പെർഫെക്റ്റ് പ്ലാൻ തയ്യാറാക്കുക. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മാത്സിന്റെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പം ഒരു പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ, പ്രോപ്പർ പ്ലാൻ ഉണ്ടെങ്കിൽ, അത് നിങ്ങൾ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റാങ്ക് വലിയ വ്യത്യാസം വരുത്താൻ കഴിയും. ഇനി നിങ്ങൾ നീറ്റിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ ഐസർ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാത്സ് സ്വയമായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ ആൻഡ് ഗുഡ്. പക്ഷേ നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണം മാത്സ് പഠിക്കാൻ, നിങ്ങൾക്കൊരു മെന്റർഷിപ്പ് വേണം. നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് മാത്സും ബാക്കി എല്ലാ സബ്ജക്റ്റുകളും എല്ലാം റെഗുലർ ആയിട്ട് വീക്ക്ലി ബേസ്ഡ് മൊഡ്യൂൾ ആയിട്ട് തിരിച്ചിട്ടുള്ള എക്സാമുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോഴ്സാണ് നീറ്റ് ടു ഐസർ, ഒരു ആഡ് ഓൺ കോഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ കറന്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന നീറ്റ് സിലബസിലേക്ക് മാത്സും കൂടെ സ്ട്രാറ്റജിക്കലി ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു കോച്ചിങ് അല്ലെങ്കിൽ ഒരു കോഴ്സാണ് നമ്മുടെ നീറ്റ് ടു ഐസർ ആഡ് ഓൺ കോഴ്സ് എന്ന് പറയുന്നത്. ഈ കോഴ്സിൽ നിങ്ങൾക്ക് മാത്സിന്റെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. സ്ട്രാറ്റജിക്കലി ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം പഠിക്കേണ്ട എന്നുള്ള റൈറ്റ് മെന്റർഷിപ്പും ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെന്റർഷിപ്പ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ, പേഴ്സണൽ ആയിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന നിങ്ങൾക്കൊരു മെന്റർ എന്നുള്ള രീതിയിലുള്ള പേഴ്സണൽ മെന്റർഷിപ്പ് ആണ് ഉണ്ടായിരിക്കുക. ആൻഡ് പ്രാക്ടീസ് എക്സാംസ് വീക്ക്ലി നമ്മൾ മൊഡ്യൂൾ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ടായിരിക്കും. ആ എക്സാംസിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി 4 സബ്ജക്ട് നമ്മൾ ഓരോരോ ടൈം ടേബിൾ വെച്ചിട്ട് പഠിച്ച് മുന്നോട്ട് പോകും. സോ ദാറ്റ് ഒരു 4-5 മാസം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മൾ മാത്സ് മാത്രമാണ് തിയറി പഠിപ്പിക്കുന്നത് എങ്കിലും നമ്മൾ എല്ലാ എക്സാമും നടത്തുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ഒരു നീറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി നിങ്ങളുടെ കയ്യിലുണ്ട്. അതിലേക്ക് ഈസിലി ആയിട്ട് മാത്സും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു 5 മാസത്തിൻ്റെ ഉള്ളിൽ 4 സബ്ജക്റ്റ് ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നിങ്ങൾ എത്തുന്നതാണ്. ആൻഡ് അതിനുശേഷമുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഒക്കെ ഒരു മാത്സ് എന്ന് പറയുന്നത് ജെഇ മാത്സ് പോലത്തെ ടൈപ്പ് മാത്സും ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളത്. അപ്പം മാത്സിന്റെ ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ള നമ്മളുടെ മെറ്റീരിയൽസ്, സ്റ്റഡി മെറ്റീരിയൽസ്, ഓരോ ചാപ്റ്ററിൽ നിന്നും ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ തന്നെ സ്വയം ഡെവലപ്പ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിന്റെ PDF നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഇനി ഈ കോഴ്സിലേക്കുള്ള ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ പോയാൽ മതി, www.crisperlearning.com. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താലും മതി. അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ഒരുപാട് സയന്റിസ്റ്റുകളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള മിഷനോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങളൊരു ആസ്പയറിംഗ് ഐസറൈറ്റ് ആണ് എങ്കിൽ, ഒരു ആസ്പയറിംഗ് സയന്റിസ്റ്റ് ആണ് എങ്കിൽ നിങ്ങളും ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക. സോ നമുക്ക് മുന്നോട്ട് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അതിശക്തമായിട്ട് പ്രവർത്തിച്ച് പഠിച്ച് മുന്നോട്ട് പോവാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ പുതിയ സജഷൻസ് ഉണ്ടെങ്കിലോ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ചോദിക്കുക. ആൻഡ് ഇതുപോലെയുള്ള ഐസർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും അടുത്ത വർഷം ഒരു ഐസറിൽ കാണാൻ പറ്റട്ടെ എന്ന ആശംസയോട് കൂടിയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.